ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരിങ്ങയിലയും പരിപ്പും വെച്ചുള്ള ഒരു സൂപ്പർ കറിയാണ്. ചൂട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ മുരിങ്ങയില നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു 100 ഗ്രാം അളവിൽ പരിപ്പാണ്. പരിപ്പ് ഞാൻ അതേപോലെയാണ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഇതായിട്ടില്ല. പിന്നെ 10 ചുവന്നുള്ളി, ഒരു 4 പച്ചമുളക്, ഒരു 6 അല്ലി വെള്ളുള്ളി, പിന്നെ വേണ്ടത് 1 സ്പൂൺ അളവിൽ കുരുമുളക്. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1/2 സ്പൂൺ ഫുള്ളായിട്ട് വേണ്ട. അപ്പോൾ വെള്ളുള്ളി അല്ലി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. 4 പച്ചമുളകിൽ 2 എണ്ണം ചേർത്ത് കൊടുത്തു. കുരുമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് കുറച്ച് കല്ലുപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂണിലധികം. 1 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ കല്ലുപ്പ് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതേപോലെ ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 1/4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് ആ ചുവന്നുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ബാക്കി 2 പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ആ എണ്ണയിലൊന്ന് മൂപ്പായി വരട്ടെ ചുവന്നുള്ളി. അപ്പോൾ ഇതേപോലെ മുരിങ്ങയില പരിപ്പ് കറി വെക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധമൊക്കെ ശരിക്കൊന്ന് മൂപ്പായി വന്നിട്ടുണ്ട് ചുവന്നുള്ളിയും പച്ചമുളകും. ഇപ്പോൾ നമ്മൾക്ക് ബോയിൽ ചെയ്ത് വെച്ച പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം നമ്മൾ ആ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല ഒരു രുചിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാൾ രുചി ഈ പരിപ്പും മുരിങ്ങയിലയും മാത്രം വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച വെള്ളുള്ളി, കുരുമുളക്, ജീരകം, പച്ചമുളകിൻ്റെ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടി ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് ലൂസല്ല എന്നാൽ ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിലുള്ള ഒരു പാകത്തിന് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ അധികം വേവാനൊന്നുമില്ല, മുരിങ്ങയില ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. പരിപ്പൊക്കെ വെന്താണ്. പിന്നെ നമ്മൾക്ക് ആ കുരുമുളകൊക്കെ ഒന്ന് വേവാനുള്ള സമയം വേണ്ട, ഒരു 3-4 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ചുവന്നുള്ളിയൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ കറിയിൽ ആ ചുവന്നുള്ളി ആ പരിപ്പൊക്കെ ഇടയിൽ കടിക്കാൻ നല്ല രുചിയാണ്. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി കറിയോട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോരാത്ത ഉപ്പൊക്കെ ഞാനിപ്പോൾ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തു. നേരത്തെ നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയും ഉപ്പ് മതിയാവും. അപ്പോൾ ഇനി നമുക്കൊരു 1-1.5 മിനിറ്റ് കൂടി അതൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി അവിടെ റെഡിയായി. ഇപ്പോൾ കണ്ടില്ല, ഇതേ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ കറിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമ്മൾ കയ്യിലേക്ക് ഒരു ചെറിയ വറവിട്ട് കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത എത്തുള്ളൂ. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചു. 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 4 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത്രയും മതി. ഇനി അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കറിയുടെ മേലെ ഒഴിച്ചു കൊടുത്തു. വറവിട്ടതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളി മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ആ വെള്ളുള്ളി അരച്ചതിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ മണം ഉണ്ടല്ലോ, നല്ല രുചിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾക്ക് ആ ചൂട് ചോറിൻ്റെ കൂടെ തൊഴിച്ച് കഴിച്ചാലോ, അടിപൊളി സൂപ്പറല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. Thank you.